സർവം യു ഡി എഫ് എന്ന് പറയാൻ പൂർണ്ണമായി പറയാൻ കഴിയില്ല. കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ യു ഡി എഫ് നേടിയിരിക്കുന്നു. എങ്കിലും വിചാരിക്കുന്ന സീറ്റുകളിൽ പലതും കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽ എൻ ഡി എ പിടിക്കുന്ന സീറ്റുകളാണ് നമുക്ക് അത്ര വ്യക്തത കിട്ടാത്തത്. കാരണം തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയൻ ഇപ്പോൾ മുന്നിലേക്ക് വന്നു. അത് നമുക്ക് പറയാം, കൂടുതൽ രാഷ്ട്രീയ പോരുകളിൽ ഇറങ്ങാത്ത ചില വ്യക്തികളാണ് ഇപ്പോൾ എൻ ഡി എക്ക് വേണ്ടി മുന്നിൽ വരുന്നത്. നമ്മുടെ കഴക്കൂട്ടം മണ്ഡലം, നേമം മണ്ഡലം, അതുപോലെ തന്നെ കരമന, ഇതൊക്കെ ഒരു ഒരു വിഭാഗത്തിന്റെ തന്നെ കയ്യിലിരുന്ന മണ്ഡലങ്ങളാണ്. ഇപ്പം ഇത് വെച്ച് എൻ ഡി എ പരീക്ഷിക്കുന്നത്. പാലക്കാട് മുന്നേറ്റം വന്നു, അതുപോലെ തന്നെ പിന്നിലേക്ക് പോയി. ഒരു അപ്രതീക്ഷിതമായി ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ചാത്തന്നൂർ മണ്ഡലത്തില് മുന്നിലേക്ക് വന്നു. അപ്പൊ എൻ ഡി എ ശക്തമായി പ്രവർത്തിക്കുകയും മുന്നിലോട്ട് വരാൻ ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ തെളിവുകളാണ്. പല മണ്ഡലത്തിലും എൻ ഡി എ അവിടെ മത്സരിച്ചോ എന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളിലാണ് ഇപ്പൊ ലീഡ് പറയുന്നത്. ഇപ്പൊ 97 സീറ്റുകളോളം യു ഡി എഫ് കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവസാനഘട്ട വോട്ട് എണ്ണൽ ഇനി കുറച്ചു ബാക്കിയുണ്ട്. കാരണം പാർട്ടി ഗ്രാമത്തിൽ പൂർണ്ണമായും പിണറായിയെ കൈവിട്ടുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പാർട്ടി ഗ്രാമത്തിലെ വോട്ടുകൾ തുറന്നു വരുമ്പോഴാണ് കൂടുതൽ പിണറായി വിജയൻ ലീഡിലേക്ക് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രന്റെ സ്വന്തം മണ്ഡലമാണ്. അതിൽ മുരളീധരൻ ഫ്രണ്ടിലേക്ക് വന്നെങ്കിൽ ഇപ്പൊ വീണ്ടും പിന്നിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അതില് നമുക്ക് കുറച്ചു അത്ഭുതം എന്ന് പറയാൻ, 10,000-ത്തിലധികം വോട്ടുകൾ വെച്ച് സുധാകരൻ മുന്നിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ ഇലക്ഷൻ പ്രചരണ വേളയിൽ പറഞ്ഞിരുന്നു സുധാകരൻ ആലപ്പുഴയിൽ ചിലപ്പോൾ വീഴുമോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒന്നും വീണിട്ടില്ല. ലീഡ് വോട്ട് നേടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം അവിടെ നേടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം, യു ഡി എഫ് വോട്ടുകൾ നേടിയാലും എൽ ഡി എഫിന്റെ കോട്ടകൾ തകർക്കുക ബുദ്ധിമുട്ട് തന്നെയാണ്.